ഖത്തർ ആക്രമണത്തിന് ശേഷം ആദ്യമായി പ്രതികരിച്ച് ഹമാസ്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഹമാസിൻ്റെ മുതിർന്ന നേതാവ് ഗാസി ഹമദാണ് പ്രതികരണം നടത്തിയത്. അൽ ജസീറയോടാണ് ആക്രമണത്തെക്കുറിച്ചും നേതാക്കൾ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും ഗാസി ഹമദ് വിവരിച്ചത്. ഞങ്ങൾ ചർച്ചയിലായിരുന്നു. പ്രതിനിധി സംഘവും ചില ഉപദേശകരും ഒപ്പം ഉണ്ടായിരുന്നു. ഖത്തർ മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച അമേരിക്കൻ നിർദ്ദേശം അവലോകനം ചെയ്യാൻ തുടങ്ങിയിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ വലിയ സ്ഫോടക ശബ്ദം കേട്ടു. സ്ഫോടനങ്ങൾ ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ ഉടൻ തന്നെ അവിടെ നിന്ന് മാറി. ഷെല്ലാക്രമണം തീവ്രവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഏകദേശം 12 റോക്കറ്റുകളാണ് മിനിറ്റുകൾക്കുള്ളിൽ പറന്നെത്തിയത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞങ്ങൾ ആക്രമണത്തെ അതിജീവിച്ചത്, ഗാസി ഹമദ് പറഞ്ഞു. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഖത്തറിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ വിട്ടുനിൽക്കണമെന്നും ഗാസി ഹമദ് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന് കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായത്. ഇടനിലക്കാരനെന്ന നിലയിൽ യുഎസിന് വിശ്വാസ്യതയില്ല. ട്രംപിന് ഞങ്ങൾക്ക് ഭയമില്ല, ഗാസി ഹമദ് പറഞ്ഞു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേൽ തടവുകാരെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. തടവുകാരോടുള്ള ഹമാസിൻ്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഭീഷണികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തടവുകാരോട് ഞങ്ങളുടെ മൂല്യങ്ങൾക്കനുസൃതമായി പെരുമാറിയെന്നും ഹമദ് പറഞ്ഞു. ഇസ്രായേലിൻ്റെ നടപടികളാണ് ബന്ദികളെ അപകടത്തിലാക്കിയതെന്ന് ഹമദ് കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പദ്ധതിക്ക് അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണം ആവശ്യമാണെന്നും ഹമദ് പറഞ്ഞു. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതോടെ വൻ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങൾ. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബങ്ങൾ കരയുദ്ധം ആരംഭിച്ച തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് പുറത്ത് കുടുംബാംഗങ്ങൾ തടിച്ചുകൂടി. കുടുംബാംഗങ്ങൾ ഗാസ സിറ്റിയിലെ സൈനിക നടപടി ഉടൻ നിർത്തണമെന്ന് നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നെതന്യാഹുവിൻ്റെ വീടിന് പുറത്ത് ടെൻറ്റുകൾ കെട്ടിയാണ് കുടുംബാംഗങ്ങൾ പ്രതിഷേധിച്ചത്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ 48 ഇസ്രായേലികളെയാണ് ഇനി തിരികെ എത്തിക്കാനുള്ളത്. ഇതിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ 2 വർഷമായി നടത്തുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 65,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഗാസ പിടിച്ചെടുക്കാനായി കടുത്ത നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. ഗാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. താമസക്കാർ ഉടൻ പ്രദേശം വിട്ടു പോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശമായി ഗാസയെ മാറ്റുമെന്നും IDF ഭീഷണി മുഴക്കി. യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെ സൈനിക സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായാണ് കരയുദ്ധം ആരംഭിച്ചതെന്നും ഗാസ നിവാസികൾ തെക്കോട്ടേക്ക് മാറിപ്പോകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗാസ കത്തിയിരിക്കുമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് കരയുദ്ധം തുടങ്ങിയതായി പ്രഖ്യാപിച്ചത്. ഗാസ നഗരത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തിൻ്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി IDF വക്താവ് പറഞ്ഞു. കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് 10,000-കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത്. 2 വർഷത്തെ യുദ്ധത്തിനിടെ ഏറ്റവും ദുരിതം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഗാസ നഗരം മുന്നോട്ട് പോകുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.